ഇന്ന് രാത്രി നമുക്ക് ചിന്തയ്ക്ക് ആധാരമായി ദൈവാത്മാവ് കൈമാറിയൊരു വചനം ദൈവസഭയ്ക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. സെഖര്യാവിൻ്റെ പ്രവചന പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വചനം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം. സെഖര്യാവിൻ്റെ പ്രവചന പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കാം. എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാത്രിയിലും അങ്ങയുടെ വചനത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മാൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്ന ദൈവിക ശബ്ദം, മരത്തിൻ്റെ തോലുരിപ്പിക്കുന്ന ദൈവശബ്ദം, അധികാരത്തിൻ്റെ ദൈവശബ്ദം ഇന്ന് രാത്രിയിൽ ദൈവം കേൾപ്പിക്കണമേ. ക്രൂശിൻ്റെ മറവിൽ ഞങ്ങളെ തന്നെ ഒന്ന് മറയ്ക്കുന്നു. അടിയനെ സമർപ്പിക്കുന്നു. വചനം അങ്ങയുടേത്, ജനം അങ്ങയുടേത്. ഇന്ന് രാത്രിയിൽ തിരുവചനത്തിൻ്റെ ശക്തി കടന്നു വന്നിരിക്കുന്നത് ജനത്തിന്മേൽ വെളിപ്പെട്ട് വരേണ്ടതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാര മണ്ഡലങ്ങളെ, എല്ലാ പ്രതികൂല മണ്ഡലങ്ങൾ വഴിമാറുന്നതിന് വേണ്ടി ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. സർവശക്തൻ്റെ കരം വിടുതലായി ഇന്ന് രാത്രി വെളിപ്പെട്ട് വരട്ടെ. യഹോവയുടെ മഹത്വം ഇന്ന് രാത്രി വെളിപ്പെട്ട് വരട്ടെ. തിരുനാമം മഹത്വപ്പെടണം. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കും സ്വർഗീയ നല്ല പിതാവേ. ഞാൻ കഴിഞ്ഞ ചില വർഷങ്ങളായി കൃപയാൽ ഈ മീറ്റിങ്ങിൽ കടന്നു വരുവാനും സഹകരിപ്പാനുമുള്ള അവസരം ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രത്യേകമായ സവിശേഷത ഈ യോഗവുമായി ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, എല്ലാ പ്രാവശ്യവും ഇവിടെ വാക്യമുണ്ട്, അതിനാധാരമായിട്ടുള്ള ഒരു അനുഗ്രഹീതമായ പാട്ടും രചിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പാട്ടുപുസ്തകം പ്രിൻ്റ് ചെയ്താൽ ഇവിടുത്തെ വാക്യവും അതുമായി ബന്ധപ്പെട്ടുള്ള ആ പാട്ട് അച്ചടിക്കാനുള്ള പാട്ടുകളായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവം ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷേ മറ്റൊരിടത്തും കാണാത്ത ഒരു സവിശേഷതയാണ് ഈ ദൈവസഭയോടും ശുശ്രൂഷകനായിരിക്കുന്നവരോടും, പ്രത്യേകിച്ച് പ്രിയ കർത്താവിന്റെ ദാസൻ ദൈവം കൊടുത്തിരിക്കുന്ന ആ ദർശനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ വായിക്കപ്പെട്ട വേദഭാഗം നമുക്ക് അതിൻ്റെ ചിന്തയിലേക്ക് അല്പനേരം നമ്മെ തന്നെ ഒരുക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ നടുവിൽ ഉണ്ട്. വിശ്വസിക്കുന്നവർ ഒന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. കർത്താവായ യഹോവയുടെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ ഒരു മഹത്വമായിരിക്കും. ഇത് പറയുന്നതൊരു മനുഷ്യനല്ല, പറയുന്നതൊരു വെറും ഒരു വ്യക്തിയല്ല. സർവശക്തനായ ദൈവം തൻ്റെ ദാസനായ സെഖര്യാ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തുന്ന ഒരു വചനമാണ് ഈ വചനം. വിശുദ്ധ വേദപുസ്തകം അടിസ്ഥാനപരമായി പഠിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ കഴിഞ്ഞാൽ വരുവാനിരിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ചും ദൈവികാലയത്തെക്കുറിച്ചും ദൈവമഹത്വത്തെക്കുറിച്ചും ശക്തമായി പ്രവചിച്ചിരിക്കുന്ന ഒരു പ്രവാചകനാണ് സെഖര്യാ പ്രവാചകൻ. സെഖര്യാവ് എന്ന വാക്കിനർത്ഥം തന്നെ യഹോവ ഓർക്കുന്നു എന്നുള്ളതാണ്. ദൈവം ഓർക്കുന്ന, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ചില ഭക്തന്മാരുണ്ട്, ചില പ്രവാചകന്മാരുണ്ട്, ചില ദൈവിക ഇടപെടലുള്ളതായ ഭക്തന്മാരുണ്ട്. അത് അന്നുമുണ്ട് ഇന്നുമുണ്ട്. അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവം ഓർക്കുന്നവർ അന്നുമുണ്ട് ഇന്നുമുണ്ട്.
ഇന്ന് രാത്രി ദൈവാത്മാ ഒരു ദൂത് പ്രാരംഭത്തിൽ കൈമാറുകയാണ്. ദൈവം ഓർക്കുന്ന ചിലർ ഇതിനകത്തുള്ളതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവം ഓർത്തിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ ആ മഹത്വത്തെ തകർക്കാൻ ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കും കഴിയുകയില്ല. അത് വസ്തുനിഷ്ഠമായ ഒരു കാര്യമാണ്. ദൈവം ഓർക്കുന്നവരെ ഇന്ന് രാത്രി ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. അങ്ങനെ ദൈവം ഓർക്കുന്നവരെ ദൈവം സ്നേഹിക്കുകയാണ്. ഇന്ന് ആ സ്നേഹത്തിൻ്റെ ചില മേഖലകളിലേക്ക് ദൈവം നമ്മെ കരം പിടിച്ച് നടത്താൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഒന്ന് അമേൻ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്. ഇവിടെ കർത്താവ് പറയും, ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കാം. ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കാം. ഈ ദൈവം നമുക്ക് ചുറ്റും, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ തലമുറയ്ക്ക്, നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ നമുക്ക് ദൈവം തീമതിലായിരുന്നാൽ പിന്നെ നാം പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇത് പറയുന്നത് അശരീരമായ ഇസ്രായേലിനോടാണ്. ഈ ഭാഗങ്ങളെല്ലാം വായിക്കുന്നത് ഇന്ന് കാണുന്ന ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്ന അവിടെ പിതാക്കന്മാരോട് കൈമാറിയ വാഗ്ദത്ത വചനങ്ങളാണ് പറയുന്നത്. ഞാൻ നിനക്ക് തീമതിലായിരിക്കും. ഇത് അന്ന് അങ്ങനെ പറഞ്ഞെങ്കിലും വാസ്തവത്തിൽ ദൈവം തീമതിലാണ്. ഇന്നത്തെ ഇസ്രായേലിൻ്റെ അറ്റ് പ്രസന്റ് സിറ്റുവേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരെല്ലാം എതിർത്തിട്ടും ആരെല്ലാം പ്രതികൂലമായി മാറിയിട്ടും യെരൂശലേം എന്ന ദൈവിക സ്ഥലത്തെ ഇന്നും സംരക്ഷിക്കുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന നിലയിൽ ആശ്ചര്യമായ തീ അവരെ ചുറ്റും പൊതിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പത്രങ്ങളിൽ വായിക്കുകയാണ്. ഈ അടുത്ത ദിവസം ഇറാൻ 300-ലധികം മിസൈൽ അയച്ചിട്ടും 1-2 അവിടെ എവിടെയൊക്കെ ചെന്ന് വീണിട്ടുള്ളൂ. ഒരു 7 വയസ്സുള്ള കുഞ്ഞിന് അല്പം സാരമായ പരിക്ക് സംഭവിച്ചു എന്നല്ലാതെ ഈ 300 ഇങ്ങോട്ട് അയച്ചിട്ടും ഇവിടുന്ന് തീ പോയി അതിനെ എല്ലാം തകർത്ത് കളഞ്ഞു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ ഒരു ഭാഗമായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രിയിൽ അശരീരമായ ഇസ്രായേലിനെ കുറിച്ചാണ് ഇവിടെ നാം വായിക്കുന്നതെങ്കിലും ദൈവാത്മാവ് പറയുന്നു, വചനം പഠിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ ആത്മീക ഗ്രഹമായ ഇസ്രായേലാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവം തന്നെ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാർ അവനെ കൈക്കൊണ്ടില്ല. സ്വന്തക്കാർ അവനെ തള്ളിയതുകൊണ്ട് സാക്ഷാൽ ആമേൻ നസ്രനായ യേശു മുഖാന്തരം നമുക്ക് ആ വലിയ പ്രത്യാശ ലഭിക്കുവാനിടയായി. ആ വലിയ നിത്യതയുടെ പ്രത്യാശ, ആ കർത്താവിൻ്റെ കുടുംബത്തിന് അംഗങ്ങളായി തീരുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ച കാരണം സാക്ഷാൽ ഇസ്രായേൽ അവർ യേശുവിനെ തള്ളിക്കളഞ്ഞത് കൊണ്ടാണല്ലോ. അവർ തള്ളിയെങ്കിലും തള്ളിയ കല്ല് നമുക്ക് മൂലക്കല്ലായി മാറി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് അശരീരമായ ഇസ്രായേലിനെ കുറിച്ച് പറയുന്നുവെങ്കിലും ഇന്ന് രാത്രിയിൽ നാം ഈ വചനത്തിൻ്റെ വെളിപ്പാടാണ് ഏറ്റെടുക്കേണ്ടത്. അശരീരമായിട്ട് മാത്രം ദൈവം ഇസ്രായേലിനോട് പറയും ഞാൻ തീമതിലായിരിക്കാമെന്നല്ല. പുതിയ നിയമസഭയാകുന്ന നമ്മോടും ദൈവത്തിന് കൈമാറാനുള്ള ദൂതിതാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു ആത്മീകമായ തീമതിലായിരിക്കാം. ഈ ദൈവം നമുക്ക് തീമതിലായിരുന്നാൽ ഒരന്ധകാര ശക്തിയും ആ ദൈവം തന്നിരിക്കുന്ന തീമതിലാകുന്ന ആ സംരക്ഷണയെ തുളച്ചു കയറുവാൻ, അതിനെ തകർക്കാൻ ഈഹത്തിൽ ഒരു ദൂട്ട ശക്തിക്കും കഴിയത്തില്ല. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ദൈവം യഹോവ നമുക്ക് തീമതിലായിരുന്നാൽ, യഹോവയുടെ അവൻ ശക്തി നമുക്ക് തീമതിലായിരുന്നാൽ, ആ തീ ആകുന്ന മതിലിനെ തകർക്കാൻ ഇഹത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് തീമതിലായിരിക്കും. അതിൻ്റെ ആമേൻ കർത്താവ് പറഞ്ഞ വാക്കിൻ്റെ ആ മഹത്വമാണ് പുതിയ നിയമ പുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം മർക്കോസിൻ്റെ മാളിക മുറിയിൽ ദൈവവിശുദ്ധന്മാർ ശിഷ്യന്മാർ ഒരുമിച്ചിരിക്കുമ്പോൾ നടന്ന സംഭവം. ദൈവത്തിൻ്റെ ആത്മാവ് സാക്ഷാൽ അഗ്നിയായി വെളിപ്പെട്ടു വരികയും ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുവാനിടയായി തീർന്നു. ദൈവം അനുവദിച്ചാൽ
ഈ ഭാഗം ദൈവം തീമതിലായിരിക്കുന്ന കാര്യം ഇതിൻ്റെ അവസാനത്തിൽ നാം ചിന്തിക്കുകയും അതിനടുത്ത ഭാഗം ഇങ്ങനെ വായിക്കുന്നു. നടുവിൽ, ഇതിൻ്റെ നടുവിൽ ഞാൻ ആരായിരിക്കും? മഹത്വമായിരിക്കും. മഹത്വമായിരിക്കും. എല്ലാവരും പറഞ്ഞേ മഹത്വം. പോരാ, ശബ്ദം പോരാ. വെറുപ്പാണോ ആ വാക്കിനോട്? ആ വാക്കൊന്ന് ഇഷ്ടപ്പെടുന്നവർക്ക് മഹത്വം ഒന്ന് പറഞ്ഞാട്ടെ, ഒന്ന് ശക്തിയോടെ പറഞ്ഞാട്ടെ. ഇത്ര പേര് ഇവിടെ കൂടിയിട്ട് ഈ ശബ്ദമുള്ളോ? മഹത്വം, മഹത്വം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നു, പഴയ നിയമസഭയുടെ നടുവിൽ നോക്കി പറയുന്നു, ഞാൻ നിങ്ങളുടെ നടുവിൽ ഒരു മഹത്വമായിരിക്കും. ഞാൻ നിങ്ങളുടെ നടുവിൽ ആരായിരിക്കും? ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ആ ദൈവ മഹത്വമായി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവം മഹത്വമായി ഒരു ദേശത്തിറങ്ങിയാൽ ദൈവ മഹത്വമായി ഒരു ഭവനത്തിൻ്റെ നടുവിലിറങ്ങണം. ദൈവ മഹത്വമായി ഒരു പട്ടണത്തിൻ്റെ നടുവിലിറങ്ങണം. എങ്കിൽ ആ പട്ടണം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവ മഹത്വമായി ഒരു കുടുംബത്തിനകത്തിറങ്ങിയാൽ ഒരു ദുഷ്ടപിശാചിൻ്റെ മേലും ദുഷ്ടപിശാച് നിന്റെ മേൽ ജയമെടുക്കുകയില്ല. വിശ്വസിക്കുന്നവർ ശക്തിയോടെ കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ചാട്. സ്വതന്ത്രം. ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ നടുവിൽ മഹത്വമായിരിക്കാമെന്ന്. പിന്നെ പ്രശ്നം എന്താ? എന്താണ് പ്രശ്നം? ദൈവം മഹത്വമായി ഇറങ്ങാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കണം. ദൈവം പറയുന്നു, ഞാൻ മഹത്വമായി തീരാം, ഞാൻ മഹത്വമായി നിന്റെ നടുവിൽ ഇറങ്ങാം. ഈ മഹത്വം ഈ ആലയം പണിത് കഴിഞ്ഞപ്പോൾ തന്നെ, ഈ ആലയം പണിത നാൾ മുതൽ ശലോമൻ ആലയത്തെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, സ്വർഗത്തിലെ മഹത്വം ആലയത്തിനകത്തിറങ്ങി. പ്രൈസ് ദി ലോർഡ്. അന്നത്തെ മഹത്വം വന്നും പോയി നിൽക്കുന്ന മഹത്വമാണ്. ചില വിശ്വാസികളെ പോലെ, ചില വിശ്വാസികൾ ചിലപ്പോൾ ആരാധനയ്ക്ക് വരും, ചിലപ്പോൾ ആരാധനയ്ക്ക് വരത്തില്ല. ചിലപ്പോൾ മൂഡ് പോലെയാണ് ആരാധനയ്ക്ക് വരികയും പോവുകയും ചെയ്യുന്നത്. കഴിഞ്ഞ നാൾ പഴയ നിയമത്ത് മഹത്വം വന്നും പോയും ഇരുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ ദൈവം പറയുന്നു, ദൈവം പറയുന്നു ഇങ്ങനെയാണ്, വചനം പറയുന്നത് ഇങ്ങനെയാണ്. കർത്താവ്, ഞാൻ നിങ്ങളുടെ നടുവിൽ ഒരു മഹത്വമായിരിക്കാം. നാം പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ അങ്ങയ്ക്ക് മഹത്വം, അങ്ങയ്ക്ക് മഹത്വം, അല്ലേ? അങ്ങനെ പ്രാർത്ഥിക്കുന്നതെല്ലാം ഒന്ന് കരം ഉയർത്തിയേ. പ്രാർത്ഥിക്കുന്നു ശക്തിയോടെ. ചിലർ പ്രാർത്ഥിക്കാത്ത പിള്ളേരുണ്ട്, അപ്പം മഹത്വം അവർ കൊടുക്കത്തില്ലെന്ന് തോന്നുന്നു. മഹത്വം, ദൈവമേ അങ്ങയ്ക്ക് മഹത്വം എന്ന് പറയുന്നവർ ഒന്ന് കരം ഉയർത്തിയെന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നീ എന്നെ വിടുവിച്ചതിനായി മഹത്വം, നീ എന്നെ രക്ഷിച്ചതിനായി മഹത്വം, എൻ്റെ തലമുറയെ സൂക്ഷിച്ചതിനായി മഹത്വം, എൻ്റെ ഭവനത്തെ സൂക്ഷിച്ചതിനായി മഹത്വം, എൻ്റെ ദൈവദാസനെ സൂക്ഷിച്ചതിനായി മഹത്വം. ദൈവം ഞങ്ങൾക്കുള്ളതിനെ നീ സൂക്ഷിച്ചതിനായി മഹത്വം. നാം എല്ലാം മഹത്വം പറയുന്നവരാണ്, മഹത്വം കൊടുക്കുന്നവരാണ്. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എനിക്ക് കൈമാറിയിട്ടുള്ള ദൂത് നിങ്ങൾ പറയുകയാണ്. ഈ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ദൈവാത്മ പറയുന്നു, നാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിട്ട് മാത്രം നിൽക്കാനല്ല. ദൈവാത്മ പറയുന്നു, നീ ദൈവത്തിനൊരു മഹത്വമാണ്. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവർ മാത്രമല്ല, ഞാൻ എന്ന വ്യക്തി ദൈവത്തിനൊരു മഹത്വമാണ്. ഞാൻ ആരാണ്? ദൈവത്തിനൊരു മഹത്വമാണ്. പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ എനിക്ക് ഒരു മഹത്വമാണ്. ആ ദൈവത്തിന് എന്നെ നോക്കി പറയാൻ കഴിവുണ്ട്, ദൈവത്തിന് പറയാനുള്ള പ്രാപ്തി ഉണ്ടെന്ന് ഉപവാസത്തിൻ്റെ 16ാമത്തെ ദിവസമല്ലേ ആ ഉപവസിച്ചു കൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് സമ്മതിക്കാൻ കഴിയും? എന്നെ നോക്കുമ്പോൾ സ്വർഗീയ പിതാവിന് പറയാൻ കഴിയും, ഇവൾ ഒരു മഹത്വമാണെന്ന്, ഇവൻ ഒരു മഹത്വമാണെന്ന്, ഇദ്ദേഹം ഒരു മഹത്വമാണെന്ന് ദൈവത്തിന് പറയാൻ ഉള്ള പ്രാഗൽഭ്യം ഉണ്ടെന്ന് ഉറപ്പുള്ളവർ ആ കരങ്ങളൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ ഇന്ന് രാത്രി മഹത്വപ്പെടുത്തിയാട്ട്. പരിശുദ്ധാത്മ പറയുന്നു, ഞാൻ ദൈവത്തിനൊരു മഹത്വമായിരിക്കണം. അതെങ്ങനെ കഴിയും പാസ്റ്റർ നമുക്ക് മഹത്വമാകാൻ? അതെ, ദൈവം അനുവദിച്ചിരിക്കുകയാണ്. നീ എന്ന വ്യക്തി നിസ്സാര പുള്ളിയല്ല. നിന്നെ കാണുമ്പോൾ നീ എന്നുള്ള വ്യക്തിയല്ല, ഞാൻ എന്നൊരു വ്യക്തിയല്ല, ഞാൻ ദൈവത്തിൻ്റെ മഹത്വമായി നിൽക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇനി നമ്മെ കാണുന്നവർ നമ്മയല്ല കാണുന്നത്, നമ്മെ കാണുന്നവർ ക്രിസ്തു എന്ന മഹത്വത്തെ കാണണം, ആ ദൈവത്തെ കാണണം. ദൈവത്തിൻ്റെ ആഗ്രഹം ഈ പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം.
കർത്താവ് പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇനി നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഹലോ, അതുവരെ കർത്താവ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, എന്നാൽ ഇനി കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, ഇനി നിങ്ങളാണ് ലോകത്തിന് വെളിച്ചമായിരിക്കേണ്ടത്. യൗവനക്കാരെ, നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകണം. ചെറുപ്പക്കാരെ, നിങ്ങൾ ദൈവത്തിന് ലോകത്തിന് വെളിച്ചമാകണം. നാം ദൈവത്തിൻ്റെ ഒരു മഹത്വമായി തീരണം. എന്നിട്ടും ചിലർക്ക് മനസ്സിലാകും, ചിലർ അല്പം സംശയിച്ചിരിക്കുകയാണ്. 1 തെസ്സലോനിക്കരുടെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 20-ാമത്തെ വാക്യം പൗലോസ് വ്യക്തമായി പറയുന്നു. 1 തെസ്സലോനിക്കരുടെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 20-ാമത്തെ വചനം. 1 തെസ്സലോനിയർ 2:20. ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ. ഞങ്ങളുടെ മഹത്വവും സന്തോഷവും, അതിന് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ വ്യക്തമായി പറയുന്നു, യു ആർ അവർ ഗ്ലോറി ആൻഡ് അവർ ജോയ്. യു ആർ അവർ ഗ്ലോറി ആൻഡ് അവർ, ഹലോ, പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഞങ്ങൾക്കൊരു മഹത്വമാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഞങ്ങളുടെ സഭയിലെ ദൈവദാസൻ എന്നെ നോക്കി ഞാനൊരു മഹത്വമെന്ന് പറയാൻ കഴിവുണ്ടോ? നമ്മുടെ ശുശ്രൂഷകൻ നമ്മെ നോക്കി, കുടുംബത്തെ നോക്കി, ആ ഒരു കുടുംബം വാസ്തവത്തിൽ ദൈവത്തിൻ്റെ മഹത്വമാണ്. ആ സഹോദരി ഒരു ദൈവത്തിൻ്റെ മഹത്വമാണ്. ഈ സഹോദരൻ ഒരു ദൈവത്തിൻ്റെ മഹത്വമാണ് എന്ന് പറയാൻ, അതിന് ഒത്തവണ്ണം പറയത്തക്ക രീതിയിൽ, പറയിപ്പിക്കത്തക്ക രീതിയിൽ ജീവിതങ്ങളെ ക്രമീകരിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? പോരാ, സ്വോത്രം പോരാ, സ്വോത്രം പോരാ. ഒന്നുകൂടെ പറഞ്ഞാൽ, നാം എന്ന വ്യക്തി കർത്താവിനെ അറിഞ്ഞു എന്ന് അവകാശപ്പെടുന്നവർ, യേശുവിനെ അറിഞ്ഞവർ, യേശുവിനെ സ്വീകരിച്ചവർ, യേശുവിനെ പിൻപറ്റുവാൻ തീരുമാനമെടുത്തവർ, അവർ വെറും ഒരു വിശ്വാസിയല്ല, അവർ ഒരു മഹത്വമാണ്. പോരാ, സ്വോത്രം പോരാ, ഇത് ഇത്രയും പോരെന്ന്. ഇത് കേൾക്കുമ്പോൾ ദൂത ഏറ്റെടുക്കാൻ തയ്യാർ. ഞാനൊരു മഹത്വമാണെന്ന് ഞാൻ പുകഴ്ച എടുക്കുകയല്ല. ക്രിസ്തു നിമിത്തം, ക്രിസ്തു നിമിത്തം, ക്രിസ്തു നിമിത്തം ഞാനൊരു മഹത്വമായി തീരും. പറയാൻ കഴിവുള്ള എത്ര പേർ ഇതിനകത്തുണ്ട്? ഇന്നലെ വരെ നിന്നെ വെറുതെ ഒരു വ്യക്തി എന്ന പിശാച് കണ്ടെങ്കിൽ, ഈ കൺവെൻഷൻ ഈ രാത്രി കഴിയുമ്പോൾ പരിശുദ്ധന പറയുന്നു, നീ എന്ന വ്യക്തി വെറും ഒരു വിശ്വാസിയല്ല, കർത്താവിൻ്റെ മഹത്വം എന്ന് തിരിച്ചറിയാൻ പിശാചിന് കഴിഞ്ഞാൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദുഷ്ട പിശാചിനെ തകർക്കാൻ ആരുടെയും ആവശ്യമില്ല. നീ ഒരു മഹത്വമായി മാറുമ്പോൾ, ഞാനൊരു മഹത്വമായി മാറുമ്പോൾ, പിശാചിന്റെ മണ്ഡലങ്ങൾ അടിഞ്ഞു മാറും, പിശാചിന്റെ കെട്ടുകൾ അടിഞ്ഞു മാറും, രോഗശക്തികൾ അടിഞ്ഞു മാറും. നാം അവനൊരു മഹത്വമായി മാറണം. സഭയിലെ വിശ്വാസികൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മഹത്വമാണ്. ഓരോ യൗവനക്കാരും ദൈവത്തിൻ്റെ മഹത്വമാകണം എന്ന് പറഞ്ഞാൽ, കുടുംബത്തിൽ അച്ചാച്ചന് ഭാര്യ നോക്കി പറയാൻ കഴിയണം, ഭർത്താവിന് ഭാര്യ നോക്കുമ്പോൾ പറയണം, ഇവൾ ഒരു മഹത്വമാണ്. പ്രൈസ് ദി ലോർഡ്. ഹലോ, അങ്ങനെ എത്ര പേര് പറയാറുണ്ട്? ഭാര്യയ്ക്ക് പറയാൻ കഴിയണം, എൻ്റെ ഭർത്താവ് ഒരു മഹത്വമാണ്. സ്തോത്രമൊന്നും പോരാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറയിപ്പിക്കണം. അങ്ങനെ വീരപ്പൻ്റെ സ്വഭാവം കാണിച്ചാൽ എങ്ങനെ മഹത്വമുള്ളതെന്ന് പറയാൻ കഴിയും? വീരപ്പൻ്റെ സ്വഭാവം മാറി കുഞ്ഞാടിൻ്റെ സ്വഭാവമുള്ളവനായി മാറിയാൽ ഭാര്യ പറയും, വാസ്തവത്തിൽ എൻ്റെ ചേട്ടൻ, അതാ എൻ്റെ ചായൻ ഒരു മഹത്വം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ പറയാൻ കഴിയണം, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ഒരു മഹത്വമാണ്. എൻ്റെ ഭാര്യ ഒരു ദൈവത്തിൻ്റെ മഹത്വമാണ്. എൻ്റെ ഭർത്താവ് ദൈവത്തിൻ്റെ ഒരു മഹത്വമാണ്. നമ്മുടെ കുടുംബം ദൈവത്തിൻ്റെ മഹത്വമാണ് എന്ന് പറയിക്കുവാൻ, എന്ന് പറയാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. അത് പറയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് യേശു ഇങ്ങനെ പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 22-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ അത് വ്യക്തമായി പറയുകയാണ്, നാം ആരായി തീരണം. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ ഇവർക്ക് കൈമാറുകയാണ്. ഹലോ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
നീ എനിക്ക് തന്ന പിതാവേ, അങ്ങ് എനിക്ക് തന്ന മഹത്വമുണ്ടല്ലോ, ഞാനത് ഇവർക്കൊക്കെ അവിടെ കൊടുക്കുകയാണ്. ഓ ജീസസ്, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഈ മഹത്വം കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ മഹത്വം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ധൈര്യത്തോടെ പറയാം, ഞാൻ ദൈവത്തിനൊരു മഹത്വമാണ്. പോരാ, സ്തോത്രം. കർത്താവ് തന്നെ കൈമാറിയില്ലേ? കർത്താവ് തന്നെ പറഞ്ഞില്ലേ, പിതാവേ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം എന്തൊക്കെയാണോ, ഈ മഹത്വം ഞാൻ ഇവർക്ക് കൈമാറുകയാണ്. ഇവർക്കെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക്. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ദൈവം നീ, കർത്താവേ പിതാവേ, നീ തന്നിട്ടുള്ള മഹത്വം ഞാനിതാ ഇവർക്ക് കൈമാറുകയാണ്. ഇന്ന് രാത്രിയിൽ ആർക്ക് താല്പര്യമുണ്ട് പിതാവിൽ നിന്ന് കൈമാറിയ ആ മഹത്വം ദൈവം കൈമാറി തന്നുകയാണ്. ദൈവം ഒന്ന് കൈമാറിയിട്ടുണ്ടെങ്കിൽ ദൈവം തിരിച്ചെടുക്കുന്ന ദൈവമല്ല. ദൈവം കൈമാറിയാൽ നിനക്ക് കൈമാറിയ മഹത്തോടെ വെയിറ്റ് ചെയ്യും. നീ അത് ഏറ്റെടുക്കുന്നത് വരെ അത് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇന്നത്തെ ഈ ഉപവാസത്തിൻ്റെ 16ാമത്തെ രാത്രിയിൽ, ഈ കൺവെൻഷൻ ദിവസത്തിൽ ദൈവാത്മാ ഇവിടെ കൊണ്ടുവന്നത് ഈ ദൂത് കൈമാറാനാണ്. ഇന്നലെ വരെ മഹത്വം മാത്രം ദൈവത്തിന് കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ ദൈവം പറയും, നീ ദൈവത്തിനൊരു മഹത്വമാണ്. സ്വർഗത്തിൽ ദൈവം നിന്നെ നോക്കി പറയാൻ കഴിയണം, ഇവൾ എനിക്കൊരു മഹത്വമാണ്, ഇവൻ എനിക്കൊരു മഹത്വമാണ്, ഈ സഭ എനിക്കൊരു മഹത്വമാണ്. ദേശത്തിൻ്റെ നടുവിൽ, ആമേൻ, ഈ ശത്രുവിൻ്റെ നടുവിൽ, ഈ ദേശത്തിൻ്റെ നടുവിൽ ഇവർ എനിക്കൊരു മഹത്വമാണെന്ന് കർത്താവിന് നമ്മെ നോക്കി പറയാൻ കഴിയണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ആകണമെന്ന്. ആ മഹത്വം ദൈവത്തിൻ്റെ ഒരു മഹത്വമായി നിൽക്കണം. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഒരു മഹത്വമായി നടക്കണം. ഞാൻ നടക്കുമ്പോൾ എന്നെയല്ല മറ്റുള്ളവർ കാണേണ്ടത്, ആ ദൈവത്തിൻ്റെ മഹത്വം നടക്കണം. അതിനേക്കാൾ ഉപരി അവൻ പിശാച് കാണുന്നുണ്ട്. നിന്നെ തകർക്കാൻ അവൻ പദ്ധതി ഒരുക്കുമ്പോഴും അവനറിയാം എനിക്ക് തകർക്കാൻ കഴിയത്തില്ല. കാര്യം ഇവൻ ദൈവത്തിൻ്റെ മഹത്വമാണ്. പിശാചിന്റെ പദ്ധതി നമ്മൾ ഈ മഹത്വത്തിൽ നടക്കരുത്. ആരാധിക്കാൻ പോക്കോ, ദൈവത്തെ ഉപവസിച്ചോ, ആരാധിക്കാനും പൊക്കോളൂ, കൺവെൻഷനൊക്കെ പങ്കെടുത്തോളൂ, കസേരയൊക്കെ എടുത്തിടാൻ കൂടിക്കോളൂ. അതിനൊന്നും പിശാചിൻ്റെ വിഷയമല്ല. പക്ഷെ പിശാചിൻ്റെ വിഷയം നാം ഒരു മഹത്വമായി മാറരുത്. ഉടാപാരകൽക്കമ്മന, നാം ഒരു മഹത്വമായി മാറരുത്. ഞാൻ പറയട്ടെ, ഈ മഹത്വം, ഈ കർത്താവിൻ്റെ വാക്ക് നിങ്ങൾ അടിവരയിട്ടോളണം. പിതാവ് ദൈവം, നീ എനിക്ക് തന്ന മഹത്വം ഞാൻ ഇങ്ങോട്ട് കൈമാറുകയാണ്. ഇന്ന് രാത്രി ചിലർക്ക് ദൈവ മഹത്വം കൈമാറാൻ പോകുകയാണ്. ഈ മഹത്വം കൈമാറാൻ കർത്താവ് എടുത്ത ആ വേദന നിങ്ങൾക്കറിയാമോ? നമുക്കറിയാം, ഏതേലും തോട്ടത്തിലേക്ക് മടങ്ങി പോകണം. ഏതേലും തോട്ടത്തിൽ നമുക്ക് ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത്, ഈ മഹത്വം ധരിപ്പിച്ചിരുന്നത്, ആ ആദാമിനെ ഹൗവയും ധരിപ്പിച്ചിരുന്നത് ഈ ദൈവത്തിൻ്റെ മഹത്വം എന്ന വസ്ത്രമായിരുന്നു. മനോഹരമായ ഏദെൻ തോട്ടത്തിൽ ആദാമിനെയും ഹൗവയും ദൈവം സൃഷ്ടിച്ചു. അവർക്ക് ദൈവം കൊടുത്ത വസ്ത്രം ഇവിടുത്തെ പോത്തീസിലോ റെയ്മണ്ടിലോ പാർത്താസിലോ ഒന്നും പോയിട്ടല്ല വസ്ത്രം കൊണ്ടുവന്ന് അവരെ ഉടുപ്പിച്ചത്. ആണോ? അല്ല, അവരെ ഉടുപ്പിച്ചൊരു വസ്ത്രമുണ്ട്. അതത്രേ തേജസ്സിൻ്റെ വസ്ത്രം. ഒന്ന് കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ തേജസ്സിന്റെ വസ്ത്രം കണ്ടപ്പോൾ ഒരാൾക്ക് അസൂയ തോന്നിയിട്ട് ഈ തോട്ടത്തിലേക്ക് ഒരാൾ കയറി വന്നു. പാമ്പിൻ്റെ രൂപത്തിൽ. ആരായിരുന്നു? സാത്താൻ. എന്താണ് ഇവരെ കണ്ടിട്ട് പിശാച് അങ്ങനെ പാമ്പിൻ്റെ രൂപത്തിൽ വരുവാനിടയായ കാരണം? ഇവൻ നോക്കിയപ്പോൾ ഈ തേജസ് ഇവന്റെ വകയായിരുന്നു. ഈ പിശാചിനെ ദൈവം സൃഷ്ടിച്ചത് ദൈവ തേജസ്സോടെയായിരുന്നു. എസെക്കിയേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഏദെൻ എന്ന തോട്ടം തന്നെ ഈ ദൂതൻ്റെതായിരുന്നു. ദൈവ തേജസ് കൊണ്ട് നിറയപ്പെട്ട ഏദെൻ, ദൈവ തേജസ് കൊണ്ട് നിറയപ്പെട്ട വ്യക്തികൾ, ഇവൻ്റെ ഹൃദയത്തിലൊരാഗ്രഹം ഈ തേജസ് എൻ്റെ മേലായിരുന്നു. അനുസരണക്കേട് കാണിച്ചപ്പോൾ, നിഗളിച്ചപ്പോൾ ദൈവം ഇവനെ വെട്ടി നിലത്തിട്ടു. അതോടുകൂടി അവൻ്റെ തേജസ് നഷ്ടപ്പെട്ടു.
തേജസ്സിൻ്റെ പ്രഭയായിരുന്ന ആ ദൂതൻ ആമേൻ കറുത്ത 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 തേജസ്സെല്ലാം നഷ്ടപ്പെട്ട് അന്ധകാരമായി മാറി. അല്ലേ? അറിയാന്നുള്ളത് കരമൊഴി കർത്താൻ ശ്രദ്ധിച്ചാട്ട്. അപ്പോൾ പിശാചിൻ്റെ പദ്ധതി സ്വർഗം കൈമാറിയ ഈ തേജസ്സിൻ്റെ വസ്ത്രം എങ്ങനെയെങ്കിലും പറിച്ചു കളയണം. പിശാച് ജയിച്ചു. ദൈവം അവർക്ക് കൊടുത്ത തേജസ്സിൻ്റെ വസ്ത്രം നഷ്ടപ്പെടുത്തുവാൻ ചില വാക്കുകൾ, ദൈവം പറയാത്തതും ദൈവം ചിന്തിക്കാത്തതുമായ വാക്കുകൾ ഇവിടെ ഉള്ളിൽ കൊടുത്ത് ആമേൻ വക്രതയുടെ മനോഭാവം വരുത്തി പിശാച് അവരിൽ ദൈവം കൊടുത്ത തേജസ്സിൻ്റെ വസ്ത്രം നഷ്ടപ്പെടുത്തി. ആ തേജസ്സിൻ്റെ വസ്ത്രം മടക്കി തരുന്നതിന് വേണ്ടി ഇവിടെ ഇതാ പ്രാർത്ഥിക്കുന്നു. പിതാവേ, നീ എനിക്ക് തന്ന ആ തേജസ് ഞാൻ ഇവർക്ക് കൈമാറാൻ പോകുകയാണ്. അത് കൈമാറുന്നതിന് വേണ്ടി എന്താണ് സംഭവിച്ചത്? ആ തേജസ് കൈമാറുവാൻ നമ്മുടെ അരിമനാഥനായ ക്രിസ്തു നമുക്ക് വേണ്ടി പങ്കപാടുകൾ സഹിച്ചു. നമ്മുടെ അരിമനാഥനായ ക്രിസ്തു വെച്ചും കൊണ്ട് ആ മരക്കുരിശ് നമുക്ക് വേണ്ടി ചുമക്കുവാനിടയായി. ആ യേശുവിനെ ആമേൻ ഗൊൽഗോഥ എന്ന തലയോട് നമ്മ ഇടത്ത് കൊണ്ടു ചെന്നിട്ട് അവിടെ ക്രൂശിൽ നിർത്തി 2 കള്ളന്മാരുടെ നടുവിൽ ആമേൻ 3 ആണികളാൽ അവനെ തറച്ചു. ഒരു ദൂതൻ കൈമാറാം. നഷ്ടപ്പെട്ട തേജസ്സിൻ്റെ വസ്ത്രം നമുക്ക് കൈമാറുന്നതിന് വേണ്ടി യേശു കർത്താവ്, തേജസ്സിൻ്റെ രൂപയായ കർത്താവ്, ആ 2 കള്ളന്മാരുടെ നടുവിൽ ആ ആമേൻ നടുക്ക് കിടക്കുന്ന ആ ക്രൂശിൽ യേശു വിവസ്ത്രനായി. നമ്മൾ കാണുന്ന ചിത്രങ്ങളിൽ അല്പമൊക്കെ വസ്ത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ ആ വാസ്തവത്തിൽ ആമേൻ വചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് യേശുവിനെ വിവസ്ത്രനായി ആ കാൽവറിയിൽ യേശുവിനെ ക്രൂശിച്ചു. നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ സ്വർഗീയനായ കർത്താവ് അവൻ നമുക്ക് വേണ്ടി നഗ്നനായി ആ കാൽവറിയിൽ കൊലക്കളത്തിൽ മരിച്ചത് നഷ്ടപ്പെട്ട തേജസ് നമുക്ക് മടക്കി തരാൻ, നഷ്ടപ്പെട്ട തേജസ് നിനക്ക് നൽകി തരാൻ, നഷ്ടപ്പെട്ട തേജസ് നമ്മുടെ കുടുംബത്തിൽ മടക്കി തരാൻ, നഷ്ടപ്പെട്ട തേജസ് നമ്മുടെ സഭയിൽ മടക്കി തരാൻ യേശു നമുക്ക് വേണ്ടി നഗ്നനായി. ആ ക്രൂശിന്മേൽ കർത്താവ് ക്രൂശിനെ കണ്ടിട്ടാ കർത്താവ് പറയുന്നത്, പിതാവേ, നീ എനിക്ക് തന്ന മഹത്വം ഞാൻ ഇവർക്ക് കൈമാറുകയാണ്. അത് മനസ്സിലാകുന്ന എത്ര പേരിനകത്തുണ്ട്? ദൈവം ആഗ്രഹിക്കുന്ന വെറും ഒരു വിശ്വാസിയായി മുന്നോട്ട് പോകാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം അവൻ്റെ മഹത്വമുള്ള ദൈവ പൈതലായി, അവൻ്റെ ഒരു മഹത്വമായി, ക്രിസ്തുവിൻ്റെ മഹത്വമായി, ക്രിസ്തുവിൻ്റെ ആമേൻ മഹത്വം നിറഞ്ഞ വ്യക്തിയായി തീരണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് വിശ്വസിക്കുന്ന എത്ര പേരിനകത്തുണ്ട്? ആ യേശു കൈമാറിയ മഹത്വത്തിൻ്റെ ഒരു ഭാഗവാക്കാകുവാൻ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ഞാനത് തിരിച്ചറിയുന്നു. എൻ്റെ ആത്മമനുഷ്യനത് തൊട്ടുണർത്തുന്നു എന്ന് ഉറപ്പുള്ള എത്ര പേരിനകത്തുണ്ട്? അവരൊന്ന് കരങ്ങളെ ചേർത്തടിച്ച് ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ചാട്, ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ചാട്. ആ മാമ ദൈവം കൈമാറിയ മഹത്വം എൻ്റെ മേലെ, എൻ്റെ കുടുംബത്തിന്മേൽ വ്യാപരിക്കണമെന്ന് വിശ്വസിക്കുന്നവർ ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്. ഒത്തിരിയിടത്ത് ഒത്തിരി കുടുംബത്തിൽ പലരും ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന മകൻ, എൻ്റെ മകൾ, അവൾ വാസ്തവത്തിൽ എടുത്ത് പറയത്തക്ക ഒരു അസാധാരണമായ ദൈവകൃപയുള്ള മകളാണ്, അസാധാരണമായ ദൈവകൃപയുള്ള മകനാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതത്രേ, അവൻ ദൈവത്തിൻ്റെ മഹത്വത്തിൽ നടക്കുന്നവളാണ്, ദൈവത്തിൻ്റെ മഹത്വത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. എന്നെ സ്നേഹിക്കുന്ന ഒരു കുടുംബം അബുദാബിയിലുണ്ട്. അവിടെ മകൾ അവൻ +2 കഴിഞ്ഞിട്ട് തുടർ പഠനത്തിന് വേണ്ടി പോകണം. പ്രാർത്ഥിച്ചു. ഞാൻ തന്നെയാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, മെഡിസിൻ സംബന്ധമായ നിലയിൽ പഠനത്തിന് പോകുന്നത് ദൈവാത്മാവ് കാണിക്കുന്നുണ്ട്. അവർ ധൈര്യത്തോടെ സ്റ്റെപ്പ് എടുത്തു. അവർ ആ പഠനത്തിനായി കടന്നുപോയി. മറ്റൊരു വിദേശ രാജ്യത്താണ് പഠിക്കാനായി കടന്നുപോയത്.
എന്നാൽ അവിടെ ചെന്നപ്പോൾ അനേകം ദൈവത്തെ അറിഞ്ഞവർ എന്ന് പറയുന്നവർ, മാനസാന്തരപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന അനേക കുഞ്ഞുങ്ങൾ, അവർ ജാതികളെക്കാളും ആമേൻ വഴി വിട്ട് നടക്കുമ്പോൾ ഈ ഒരു പെൺകുഞ്ഞാണ്. അവൾ ദൈവ ഭയത്തിൽ അവിടെ ദൈവമഹത്വം വെളിപ്പെടുത്തുന്നവളാക്കി ദൈവം ആ പട്ടണത്തിൽ നിർത്തി. അനേകം പേർ തോന്നിവാസം പോലെ ജീവിക്കുമ്പോഴും ദൈവത്തെ അറിഞ്ഞവർ അറിയാത്തവരെ പോലെ ജീവിച്ചപ്പോഴും ഈ കുഞ്ഞ് അവിടെ ജീവിച്ചത് എല്ലാവർക്കും ഒരു സാക്ഷ്യമായി മാറി. ആ ജോർജിയയിലെ കോളേജിൽ പഠിപ്പിക്കുന്ന അനേകം അധ്യാപകർ പോലും അവളെ നോക്കി ആശ്ചര്യപ്പെടുവാനിടയായി. സാധാരണ ഇതുപോലുള്ളൊരു പെൺകുട്ടി ഞങ്ങൾ കണ്ടിട്ടില്ല. എന്താണതിന് കാരണം? ദൈവമഹത്വമുള്ളൊരു മകളായിരുന്നു, ദൈവമഹത്വം നിറഞ്ഞൊരു തലമുറയായിരുന്നു. ഈ ദിവസങ്ങളിൽ തലമുറകൾ വഷളത്വത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലമുറകൾ ദൈവമഹത്വം ദർശിച്ച ദൈവമഹത്വം എന്ന തലമുറയായി തീരുവാൻ ഇന്ന് രാത്രി ദൈവാത്മാദൂത് കൈമാറുകയാണ്. ആഗ്രഹിക്കണ ദിവസങ്ങളിൽ പിതാവേ, ദൈവമേ, അങ്ങ് കൈമാറിയ മഹത്വത്തിൻ്റെ കീഴിൽ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങ് കൈമാറിയ മഹത്വം എൻ്റെ മേൽ വരണമേ. ആ മഹത്വത്തിൽ നിൽക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ആ സമർപ്പണത്തിൻ്റെ നടുവിൽ അവരെ നോക്കിയാണ്, ആ മഹത്വം കൈമാറ്റപ്പെടുന്നവരെ നോക്കിയാണ് ദൈവം പറഞ്ഞത്, അവർ കൈവയ്ക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കും, അവർ കൈവയ്ക്കുമ്പോൾ ഭൂതങ്ങൾ പുറത്തു പോകും. ഹലോ, പ്രൈസ് ദി ലോർഡ്. അവർ കൈവയ്ക്കുമ്പോൾ വിടുതൽ സംഭവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. ഒരു ദൂതൻ കൈമാറാം. ഒരുവൻ ഒരു മഹത്വമായി മാറിയാൽ, ഒരു മഹത്വമായി മാറിയാൽ വചനം പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം കാണും. അപ്പോൾ ഇന്ന് മറ്റാരെയും കർത്താവിനെ ആരെയും കാണുന്നില്ല. ഇന്ന് കർത്താവിനെ കാണുന്നത് നമ്മളിലൂടെയാണ്, എന്നിലൂടെയാണ്. ആ മഹത്വം എന്നിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നു. ആ മഹത്വം ഞാനെന്ന വ്യക്തിയെ ദൈവം മഹത്വം വെളിപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്നു. നീ എന്നൊരു വ്യക്തി ഒരു മാതാവായിരിക്കാം, നീ എന്നൊരു വ്യക്തി ഒരു പിതാവായിരിക്കാം, ഒരു അമ്മയായിരിക്കാം, ഒരു അപ്പനായിരിക്കാം. ദൈവം പറയുന്നു, നീ വെറും ഒരു അപ്പനല്ല, നീ വെറും ഒരു അമ്മയായിരിക്കാനല്ല, ഒരു മഹത്വം ആയിരിക്കുന്നൊരപ്പനായി, മഹത്വമുള്ളൊരപ്പനായി, മഹത്വം നിറഞ്ഞ ഒരു പിതാവായി, ഒരു മാതാവായി നിൽപ്പാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഇവിടെ മഹത്വമായി തീർന്നാലേ മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് ദൈവം ചേർത്ത് കൊള്ളത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മഹത്വമായി നിൽക്കുന്നവരാണ് ആ മഹത്വത്തിൻ്റെ പ്രത്യാശയിലെടുക്കപ്പെടാനിടയാകുന്നത്. ഇവിടെ ഇവിടുത്തെ റേഷൻ കടയിലെ അരി മേടിക്കുന്നതും ഇവിടെ ജോലി ചെയ്യുന്നതും ബിസിനസ് ചെയ്യുന്നതും ശമ്പളം മേടിക്കുന്നതും എല്ലാം നല്ലതാണ്. പക്ഷേ ഇവിടെ ദൈവത്തെ അറിഞ്ഞവരെക്കുറിച്ച് വചനം പറയുന്നു, അവരെ ദൈവം സ്വർഗീയ തലത്തിൽ നിർത്തിയിരിക്കുന്നു. നാം സ്നാനപ്പെട്ട് ദൈവത്തെ അറിഞ്ഞവരാണെങ്കിൽ ഈ ലോകക്കാരപ്പൻ ലോകത്തിൽ നിൽക്കുന്നവരല്ല. ദൈവം നമ്മെ സ്വർഗീയ തലത്തിൽ, ഈ ഭൂമി മാറി ഭൂമിയിൽ വസിക്കുന്നെങ്കിലും നാം വസിക്കുന്ന സ്വർഗീയന്മാരെ പോലെയാണ്. മനസ്സിലാകുന്ന എത്ര ഇതിനകത്തുണ്ട്. നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ശരിയാണ്, ഇവിടെ നടക്കുന്നു, ഇവിടെ വാഹനം ഓടിക്കുന്നു, പോകുന്നു, വരുന്നുവെങ്കിലും നമ്മുടെ സ്ഥാനം സ്വർഗീയ സ്ഥാനമാണ്, സ്വർഗീയ തലമാണ്, തേജസ്സിൻ്റെ തലമാണ്. തേജസ്സിൻ്റെ നിലവിൽ നിൽക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി ഇതിനകത്ത് ചിലർ നോക്കി ദൈവാത്മ പറയുന്നു, വെറുതെ അല്ല, ഒരു വിശ്വാസി എന്ന തലത്തിൽ നിൽക്കാനല്ല ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആമേൻ, സ്തോത്രം. സ്വർഗീയ തലമാകുന്ന ആ തേജസ്സിൽ നിറയപ്പെട്ടവരായി, സ്വർഗീയ തലമാകുന്ന തേജസ് നിറയപ്പെട്ടവരായി, ദൈവത്തിന് തേജസ് നിൽക്കുന്ന ഒരു ഭക്തനായി മാറാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാൽ ദൂതേറ്റെടുക്കാൻ മനസ്സുള്ളവർ ദൈവത്തോട് സ്തുതിച്ചാട്ട്, ദൈവസന്നിധിയിൽ സ്തോത്രം കരയേറ്റിയാട്ട്, ഒരു തേജസ്സിന്റെ ഉറവിടമായി, ഒരു തേജസ്സായി ദൈവം ദേശത്തിന്റെ നടുവിൽ ദൈവം തന്നെ ഉയർത്താൻ പദ്ധതിയുണ്ട്. ഇരുട്ടിലിൻ്റെ കീഴിൽ തന്നെ ഇരുത്തി ഒരു മഹത്വത്തിൻ്റെ പുറവയായി തീരാൻ തന്നെ അനുവദിക്കത്തില്ലെന്ന് ശത്രു വാദിക്കുമ്പോൾ യേശു പറയുന്നു, ഞാൻ കൈമാറിയൊരു മഹത്വമുണ്ട്, ആ മഹത്വം ഏറ്റെടുക്കാൻ എത്ര പേർ തയ്യാറാകും? കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം കാൽവരിയുടെ കുലക്കളത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. ശ്രദ്ധിക്കൂ, ഇന്ന് രാത്രി നീ ഇവിടെ വന്നത്
വിവിധ വിഷയങ്ങൾ ഇതിൻ്റെ മുമ്പിൽ ഉണ്ടായിരിക്കാം, വിവിധ ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം. ഈ ആവശ്യമെല്ലാം കാൽവറിയിൽ കർത്താവ് നിവർത്തിച്ചിരിക്കുകയാണ്. നമുക്ക് വേണ്ടതെല്ലാം ഭൗതികമാകട്ടെ, ആത്മീയമാകട്ടെ, മാനസികമായിട്ടുള്ളതാകട്ടെ, ആശ്ചര്യമായിട്ടുള്ളതാകട്ടെ, അതെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി കാൽവറി നിവർത്തിച്ചിരിക്കുകയാണ്. കർത്താവ് അത് തന്നിരിക്കുകയാണ്. അത് ഏറ്റെടുക്കാനുള്ള ഹൃദയം നമുക്കുണ്ടോ? അത് ഏറ്റെടുക്കാനുള്ള മനസ്സൊരുക്കം നമുക്കുണ്ടോ? അവിടെയാണ് ദൈവത്തിൻ്റെ കരം വെളിപ്പെടുന്നത്. ഞാൻ പറയാം, മഹത്വം ഒരുവൻ വെളിപ്പെടുമ്പോൾ ആ മഹത്വം വെറുതെ ഇരിക്കത്തില്ല. യോഹന്നാന്റെ സുവിശേഷം എടുക്കണ്ട, 2-ാം അധ്യായം ഇങ്ങനെ വായിക്കുന്നു. ഖനാവിലെ കല്യാണ ഭവനത്തിൽ യേശുവും യേശുവിൻ്റെ അമ്മയും ശിഷ്യന്മാരും കടന്നുപോയി. അവിടെ അമ്മൻ പച്ച ഉള്ളത്തെ വീഞ്ഞാക്കി. അവിടെ അവസാനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, 10-ാമത്തെ വാക്യമെന്ന് തോന്നുന്നു, അവന് അടയാളങ്ങളുടെ ആത്മമായി ഖനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം തൻ്റെ മഹത്വം അപ്പോൾ മഹത്വമായി തീർന്നാൽ ആ മഹത്വം വെളിപ്പെടാനിടയാകുകയും അവിടെ പറയുന്നു, പച്ചവെള്ളം അതിനെ വീഞ്ഞാക്കി മാറ്റി. നാം മഹത്വമായി തീരുമ്പോൾ നീ ഒരു അസാധാരണ തലത്തിലേക്ക്, അസാധാരണമായ പ്രവൃത്തിയിലേക്ക്, അസാധാരണമായ നിലയിലേക്ക് ദൈവം നിന്നെ നിർത്താൻ വിശ്വസ്തനാണ്. വിശ്വസിക്കുന്ന എത്ര പേര് ഇതിൻ്റെ അകത്തുണ്ട്? നീ വെറും ഒരു വിശ്വാസിയല്ല. ഈ ദിവസങ്ങൾ നിന്റെ പ്രാർത്ഥന തലങ്ങൾ മാറട്ടെ. ദൈവത്തിൻ്റെ മഹത്വമായി തീർന്നാൽ നിന്റെ വാക്കുകൾക്ക് വലിയ ശക്തിയാണ് കേട്ടോ. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ അവരുടെ ശിരസ്സുമേയുടെ കരങ്ങൾ വെച്ചാട്ട് ദൈവം നിനക്ക് ഒരു മഹത്വമായി മാറാൻ, നിന്റെ മഹത്വമായി മാറാൻ, ഈ ഭൂമിയിൽ ഞാൻ വസിക്കുമ്പോൾ അങ്ങയെ വെളിപ്പെടുത്തുന്ന മഹത്വമായി മാറാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് നീ വിശ്വസിച്ച് അതിനായി സമർപ്പിക്കാൻ തയ്യാറായാൽ പിന്നെ പച്ചവെള്ളത്തെ ദൈവം വീഞ്ഞാക്കി മാറ്റിയതുപോലെ ചില അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ ദൈവാത്മ വെളിപ്പെടുത്തി നിന്നെ ഒരു അസാധാരണമായ തലത്തിലേക്ക് കൊണ്ടെത്തിച്ച് ദൈവം നിന്നെ ഉയർത്താൻ വിശ്വസ്തനാണ്. ആ വിശ്വസിക്കുന്നവരുടെ കരങ്ങളെ ചേർത്തടിച്ച് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ട് ഒരു കൈമാറ്റം രാത്രിയിൽ ഈ പന്തലിന്റെ കീഴിൽ ദൈവം ചെയ്യുകയാണ്. നീ വെറും ഒരു വ്യക്തിയായിട്ടല്ല ഉപവസിക്കുന്ന ദൈവവൈതലെ ഒരു മഹത്വത്തിന്റെ ഉടമയാക്കി മാറ്റി ഒരു അസാധാരണമായ ശക്തി നിന്റെ മേൽ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. ഈ ദിവസം മഹത്വം ഏറ്റെടുത്തു എങ്കിൽ മഹത്വം ഏറ്റെടുത്താൽ ചില പച്ചവെള്ളം വീഞ്ഞായി മാറിയതുപോലെ അത്ഭുതങ്ങൾ നിന്റെ കുടുംബത്തിൽ നടക്കുക. അടയപ്പെട്ട വാതിൽ മാറി ഉള്ളിൽ യേശു വന്നതുപോലെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദർശിക്കുക, ഇതിനകത്തിരിക്കുന്ന ചിലരെ ദൈവത്തിന്റെ മഹത്വമാക്കി മാറ്റാൻ പോകുകയാണ്. കർത്താവ് കൈമാറിയ ആ മഹത്വത്തിന്റെ ഉടമയാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ചില ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷകളെ ദൈവം വ്യത്യസ്തപ്പെടുത്താൻ പോകുകയാണ്. ഇന്നലെ വരെ പോയതുപോലെയല്ല നീ കടന്നു ചെന്നുമ്പോൾ നിന്നെയല്ല കാണുന്നത്. ദൈവം പറയുന്നു, നിന്നെ വ്യാപരിക്കുന്നൊരു മഹത്വം ചില ഭവനത്തിലെ കെട്ടുകൾ അഴിഞ്ഞു മാറത്തക്ക നിലയിൽ, ശുശ്രൂഷകൾ വിശാലമാകത്തക്ക നിലയിൽ, ചില രോഗികൾ ചില ഭവനങ്ങൾ കാല് വയ്ക്കുമ്പോൾ തന്നെ ചില രോഗികൾ സൗഖ്യമാകുന്ന ദൈവമഹത്വം നിന്നിലൂടെ ദൈവം വെളിപ്പെടുത്താൻ പോകുക. വിശ്വസിക്കുന്നവർ അപ്രകാരം ദൈവത്തിൻ്റെ ഒരു മഹത്വമായി മാറാൻ അടുത്തിരിക്കുന്നവരോടൊന്ന് പറ, നീ ദൈവത്തിൻ്റെ ഒരു മഹത്വമാണ്, ദൈവത്തിൻ്റെ മഹത്വമാണ്. പറഞ്ഞേ, കരം കൊടുത്ത് പറഞ്ഞേ, യു ആർ ദ ഗ്ലോറി. ചിരിക്കാനല്ല, പറയാൻ വിശ്വാസം ഉണ്ടെങ്കിൽ പറ. നീ ഒരു മഹത്വമായി തീരുമ്പോൾ നിന്റെ മേൽ നിൽക്കുന്ന പൈശാചികൾ വിട്ടുമാറാനിടയായി തീരും. പിശാചിൻ്റെ ആഗ്രഹം നീ പറയരുത്, ഓ നീ മഹത്വമൊന്നുമല്ല, നീ സാധാരണ ഒരു വ്യക്തിയാണ് എന്ന ചിന്തയിലിരിക്കാനാണ് പിശാചിന് ആഗ്രഹം. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ പറയില്ല, ദൈവം കൈമാറിയ കൈമാറ്റം, ആ മഹത്വത്തിൻ്റെ കൈമാറ്റം അത് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്, അതിനായി ഏൽപ്പിക്കാൻ തയ്യാറാണ്. ആ മഹത്വം നീ ഏറ്റെടുക്കുമ്പോൾ നിന്നെ നയിക്കുന്നവർ പറയും, ഇവർ ദൈവത്തിനൊരു മഹത്വമാണ്.
ഇന്ന് രാത്രിയിലെ കൈമാറ്റം നടക്കുകയാണ്. ചിലരെ പുത്തൻ അഭിഷേകത്താൽ ദൈവം നിറയ്ക്കുകയാണ്. വെറും ഒരു വിശ്വാസിയായിട്ട് മാത്രം ഇരിക്കാനല്ല. ഒരു പക്ഷേ വിശ്വാസി തന്നെയാണ്, എന്നാൽ വെറും ഒരു വിശ്വാസിയല്ല, മഹത്വത്തിൻ്റെ മകുടമായ മഹത്വം നിറയപ്പെട്ട, മഹത്വത്തിൽ നടക്കുന്ന, മഹത്വത്തിൽ വരുന്ന പോകുന്ന ഒരു വിശ്വാസിയാക്കി ദൈവം നിർത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ കാണുമ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ ആമേൻ, അവരെ നോക്കി ശുശ്രൂഷകന്മാർക്ക് പറയാൻ കഴിയും, യു ആർ അവർ ഗ്ലോറി, നിങ്ങൾ ഞങ്ങൾക്കൊരു മഹത്വമാണ്. യു ആർ അവർ ജോയ്, നിങ്ങൾ ഞങ്ങൾക്കൊരു ആമേൻ സന്തോഷമാണ് എന്ന് പറയത്തക്ക രീതിയിൽ ജീവിതങ്ങളെ ക്രമീകരിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതിന് പ്രാരംഭ ഭാഗം ഇങ്ങനെയാണ്: ഞാൻ നിനക്കൊരു തീമതിലായിരിക്കാം, ഞാൻ നിനക്കൊരു തീമതിലായിരിക്കാം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ ദൈവ സാന്നിധ്യം എനിക്ക് തീമതിലായിരിക്കണമെന്ന്? ഉപവാസത്തിൽ വന്നതുകൊണ്ട് സംഭവിക്കണമെന്നില്ല, ഈ കൺവെൻഷനിൽ വന്നതുകൊണ്ട് സംഭവിക്കണമെന്നില്ല. ദൈവാത്മാ പറയുന്നു, ചിലർക്ക് ദൈവം തീമതിലായിരിക്കാൻ പോകുകയാണ്. ആർക്കാണ് ദൈവം തീമതിലായിരിക്കാൻ പോകുന്നത്? സഖറിയാവിൻ്റെ പുസ്തകം തന്നെ വായിക്കുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, അതിന് 3-4 വചനങ്ങൾ വേഗത്തിൽ വായിക്കാം. സഖറിയാവ് സ്തോത്രം 1, 3, 4. ആകയാൽ നീ അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എങ്കിലേക്ക് തിരിവീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും തിരിയും. ദൈവാത്മ പറയുന്നു, ആർക്കാണ് ദൈവം തീമതിലായിരിക്കാൻ പോകുന്നത്? 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് തീമതിലായിരിക്കാം. എന്നാൽ ആർക്കാണ് ദൈവം തീമതിലായിരിക്കുന്നത്? 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ദൈവത്തിങ്കിലേക്ക് തിരിയാൻ മനസ്സുള്ളവർക്ക്. ഇന്ന് രാത്രി ദൂത് ഏറ്റെടുത്ത് ആ കർത്താവിൻ്റെ വചനത്തിലേക്ക് തിരിയാൻ മനസ്സുള്ളവരിലേക്ക് ദൈവം പറയുന്നു, ഞാൻ അവർക്ക് തീമതിലായിരിക്കാം. ദൈവത്തിൻ്റെ മഹത്വമായി തീർന്നവർക്കല്ലേ തീമതിലായിരിക്കേണ്ടത്? മനസ്സിലായില്ല? മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ദൈവമേ ഞങ്ങൾക്ക് തീമതിലായിരിക്കണേ. പക്ഷെ തീമതിലായിരിക്കണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയാൽ VVIP ഉണ്ടെങ്കിൽ അറിയാം, VVIP അകത്തുണ്ടെങ്കിൽ അതിന് ചുറ്റുപാടും കമാൻഡോസും പട്ടാളമൊക്കെ ഉണ്ടാകും. ഹലോ, എല്ലാവരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? VVIPs അകത്തുണ്ടെങ്കിൽ, വിലപിടിപ്പുള്ളത് അകത്തുണ്ടെങ്കിൽ, ശ്രേഷ്ഠമായത് അകത്തുണ്ടെങ്കിൽ അതിന് ചുറ്റും ഗാർഡുണ്ട്, പിന്നെ കമാൻഡോസ് ഉണ്ട്, പട്ടാളമുണ്ട്, ഇതൊക്കെ ഉണ്ട് ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിലപിടിപ്പുള്ളതിനാണ് തീമതിലിൻ്റെ ആവശ്യം. പ്രൊട്ടക്റ്റ് ആർക്കാണ് ആവശ്യം? ശ്രേഷ്ഠത ഉള്ളവർക്ക്. ഗ്ലോറി, ഒരു ഗ്ലോറി ഉണ്ടെങ്കിൽ അതിനെ ചുറ്റാനാണ് തീമതിൽ. ദൂത് മനസ്സിലായിക്കണം, ഏറ്റെടുത്തോളാം. സമയം നമുക്ക് ഒത്തിരി മുമ്പില്ല. ആർക്കാണ്? എല്ലാവർക്കും ദൈവം തീമതിലായിരിക്കത്തില്ല. ശ്രേഷ്ഠമായി അവൻ്റെ മഹത്വമായി നിൽക്കാൻ തീരുമാനമെടുക്കുന്നവർക്കാണ് ഈ ദൈവം തീമതിലായിരിക്കുന്നത്. നമ്മൾ പിന്നെ സ്വർണ്ണമൊന്നും ഉപയോഗിക്കത്തില്ലല്ലോ. സ്വർണ്ണം ഉള്ളവർക്കറിയാം, ഈ സ്വർണം കൊണ്ട് വയ്ക്കുന്ന ലോക്കറുണ്ട് അല്ലേ? പ്രൊട്ടക്ഷനാ. കള്ളന്മാർക്കൊന്നും എടുക്കാൻ കഴിയാത്ത രീതിയിൽ അതൊക്കെ എടുക്കാൻ കഴിയുള്ള കള്ളന്മാർ, ഇപ്പം ലേറ്റസ്റ്റ് കള്ളന്മാരുണ്ട്, ഹൈടെക് കള്ളന്മാരെന്ന് അവരെ പറയുന്നത്. അതൊക്കെ ഉണ്ടെങ്കിലും അത് അകത്ത് ശ്രേഷ്ഠമായതൊന്നുണ്ടെങ്കിൽ ആ ശ്രേഷ്ഠമായതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ലോക്കറാ. സ്വോത്രം. ദൈവം വെറുതെ പോകുന്നതിന് തീമതിലായിരിക്കത്തില്ല. ദൈവം തീമതിലായിരിക്കണം. ദൈവം പറയുന്നു, നീ ശ്രേഷ്ഠമായിരിക്കാൻ, നീ മഹത്വമുള്ള ഒരു വ്യക്തിയായിരിക്കാൻ നീ തീരുമാനമെടുക്കുമ്പോൾ ഈ ദൈവം നമുക്ക് തീമതിലായിരിക്കാൻ ഇടയായി തീരും. ദൂത് മനസ്സിലായ എത്ര പേരുണ്ട് ഇതിനകത്ത്? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രേഷ്ഠതയുള്ളവരായിരിക്കണം. അതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ തിരിയണം, ദൈവത്തിങ്കിലേക്ക് തിരിയണം. എങ്ങനെ തിരിയണം? അതിൻ്റെ 4-ാമത്തെ വാക്യം, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയിത്തീരരുത്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ദുർമാർഗങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും വിട്ടുതിരിവിൻ. നിങ്ങളുടെ ദുർമാർഗങ്ങളെയും ദുഷ്ടതയും വിട്ടുതിരിയുവാൻ നിങ്ങൾ തയ്യാറാകണം. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്, The Lord says, you are to return now from your evil ways and from your evil deeds. ദുഷ്പ്രവൃത്തിയിൽ നിന്നും ദുഷിച്ച വഴികളിൽ നിന്നും
നിങ്ങൾ വിട്ടുതിരിയണം. ഹലോ, ആർക്കാണ് ദൈവം തീമതിലായിരിക്കാൻ പോകുന്നത്? വിട്ടുതിരിയുന്നവർക്ക് വേണ്ടി. ഏതിൽ നിന്ന് വിട്ടുതിരിയണം? ദുഷ്പ്രവൃത്തിയിൽ നിന്ന്, അവൻ ദുഷിച്ച വഴികളിൽ നിന്ന് വിട്ടുതിരിയാൻ ആര് തയ്യാറാകുമോ അവർക്ക് ഞാൻ തീമതിലായി തീരാം, അവർക്ക് ഞാൻ പ്രൊട്ടക്ഷനായി തീരാം, അവർക്ക് ഞാൻ വിടുവിക്കുന്ന ദൈവമായി വെളിപ്പെട്ട് വരും. ഇന്ന് രാത്രിയിൽ ദൈവാത്മാദൂത് കൈമാറുകയാണ്. ലോകത്തിൻ്റെ ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിട്ടുതിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിയാൻ മനസ്സ് വെച്ചാൽ അവർക്ക് വേണ്ടി ദൈവം തീമതിലായി വെളിപ്പെടും. ചൂടാവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ ദൈവം തീമതിലായിരിക്കണമെന്ന്? എങ്കിൽ തിരിയാൻ മനസ്സ് വെക്കണം. ഏതിൽ നിന്ന് തിരിയണം? ഫ്രം ഈവിൾ ഡൂയിങ്സ് ആൻഡ് ഫ്രം ഈവിൾ വേയ്സ്. എന്താണ് ഈവിൾ വേയ്സ്? എന്താണ് ഈവിൾ ഡൂയിങ്സ്? എന്താണ് ദുഷ്പ്രവർത്തികൾ? ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം എടുക്കേണ്ട ഗലാത്യലേഖനത്തിൽ വായിക്കുന്നു, ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നെങ്കിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പറയുന്നത് the fruit of the evil. ഫ്രൂട്ട് ഓഫ് ദ ഈവിൾ. ആ ഫ്രൂട്ട് ഓഫ് ദ ഈവിൾ ആണ് ഇവിടുത്തെ ദുഷ്പ്രവൃത്തികൾ. നമുക്കറിയാം എന്തെല്ലാമാണ് ജഡത്തിൻ്റെ പ്രവൃത്തികൾ. ദുഷ്പ്രവൃത്തികൾ എന്തൊക്കെയാണ് അവിടെ വ്യക്തമായി കാണാൻ കഴിയുന്നു. പക, പിണക്കം, ഈർഷ, ഇടർച്ച, ഇതുപോലെ ഇത്യാദി ഒത്തിരി ദുഷ്പ്രവൃത്തികൾ കാണാൻ കഴിയുന്നു. ദൈവനാമം വിളിക്കപ്പെട്ട ദൈവജനമേ, ദൈവം നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറയ്ക്കും, ദൈവം നിന്റെ തലമുറയ്ക്ക്, ദൈവം നിന്റെ കുടുംബത്തിന് തീമതിലായിരിക്കണമെങ്കിൽ ദൈവം പറയുന്നു വിട്ടുതിരിയാൻ തയ്യാറാകണം. ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കാൻ തയ്യാറാകണം. വിട്ടുകളയാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, നീ എന്ത് വിതയ്ക്കുന്നു അത് നീ കൊയ്യും. നീ എന്താണ് വിതയ്ക്കുന്നത് കൊയ്യും. ദൂഷണത്തിൻ്റെ വാക്കാണ് നിന്നിലുള്ളെങ്കിൽ അത് തന്നെ നീ കൊയ്യും. നാം എന്താണ് പ്രവർത്തിക്കുന്നത് അത് നാളെ കൊയ്യും. ദോഷമാണെങ്കിൽ ദോഷം ഭവിക്കും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ കർത്താവ് പറയുന്നു, ഞാൻ നിനക്ക് തീമതിലായിരിക്കാം, ഞാൻ നിനക്ക് പ്രൊട്ടക്ഷൻ ആയിരിക്കാം. പക്ഷേ എൻ്റെ മകനെ നീ തിരിയാൻ തയ്യാറാകണം. എല്ലാ ദുഷ്പ്രവൃത്തികളിൽ നിന്ന്, ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ മണ്ഡലങ്ങളിൽ നിന്ന് നീ എങ്കിലേക്ക് തിരിയാൻ തയ്യാറായാൽ ഞാൻ നിനക്കൊരു തീമതിലായി വെളിപ്പെടാൻ പോകുകയാണ്. ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാകും? ഉപവാസത്തിൻ്റെ 16-ാമത്തെ ദിവസം, സുവിശേഷ യോഗത്തിൻ്റെ 2-ാമത്തെ ദിനത്തിൽ ദൈവാത്മ പറയുന്നു, എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് നിനക്കും എൻ്റെ കുടുംബത്തിനും ഒരു തീ പ്രൊട്ടക്ഷനായി, ഒരു അഗ്നി മതിലായി എനിക്ക് വെളിപ്പെടാൻ ആഗ്രഹമുണ്ട്. എന്നാൽ അങ്ങനെ ഞാൻ വെളിപ്പെടണമെങ്കിൽ നീ വിടേണ്ടതിനെല്ലാം വിട്ട് ദൈവത്തിൻ്റെ മഹത്വമായി തീരാൻ തയ്യാറായാൽ ആ മഹത്വമായതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടാൻ പോകുകയാണ്. ഇന്ന് രാത്രി ദൂത് ഏറ്റെടുക്കുന്ന എത്ര ഇതിനകത്തുണ്ട്. ഇന്നലെ വരെ ചെയ്തു പോയ ദുഷ്പ്രവൃത്തികൾ, സംസാരത്തിൽ വന്നുപോയ ദുർവഴികൾ, ദുർപ്രവർത്തനങ്ങൾ, വേണ്ടാത്ത സംസാരങ്ങൾ, ദൈവഹിതമില്ലാത്ത ഇടപെടലുകൾ, ദൈവഹിതമില്ലാത്ത വാക്കുകൾ, ദൈവഹിതമില്ലാത്ത പ്രവൃത്തികൾ, ഇതെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവം വിളിച്ചു പറയുന്നു, നീ വിട്ടുതിരിയാൻ തയ്യാറായാൽ, നീ മടങ്ങി വരാൻ തയ്യാറായാൽ, ഇസ്രായേലേ, ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കുക, ഞാൻ നിന്റെ കുടുംബത്തിന് ചുറ്റും തീമതിലായിരിക്കുക, ഞാൻ നിന്നെ ഒരു മഹത്വമാക്കി വെളിപ്പെടുത്തും. ഇന്ന് രാത്രിയിൽ നാം ദൈവത്തിനൊരു മഹത്വമായി തീരണം. എത്ര പേരോട് ദൈവാത്മാവ് ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു? എത്ര പേർക്ക് ഉറപ്പുണ്ട് ഇന്ന് രാത്രി എന്നോടുള്ള ആലോചന ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാകുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? ചിലരോട് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുക. നിന്നെ ഒരു മഹത്വമാക്കി ദൈവം മാറ്റാൻ പോകുക. നിന്റെ തലമുറയുടെ മഹത്വമാക്കി ദൈവം മാറ്റാൻ പോകുക. നിന്റെ കുടുംബത്തിന് മഹത്വമാക്കി ദൈവം മാറ്റാൻ പോകുക. യേശു കൈമാറിയ മഹത്വത്തിൻ്റെ കീഴിൽ വരാൻ ആഗ്രഹിക്കുന്ന എത്ര ഇതിനകത്തുണ്ട്? യേശു കൈമാറിയ മഹത്വം എൻ്റെ മേൽ വ്യാപരിക്കണം, അതെൻ്റെ കുടുംബത്തിന്മേൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര ഇതിനകത്തുണ്ട്? യേശുവിൻ്റെ നാമത്തിൽ ചില ശുശ്രൂഷയുടെ കെട്ട് പൊട്ടാൻ പോകുകയാണ്. ഇന്നു മുതൽ പ്രാർത്ഥന മാറണ ദൈവമേ, നിനക്കൊരു മഹത്വമായി തീരാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. വെറും ഒരു വിശ്വാസിയായിട്ടല്ല, ദൈവത്തിൻ്റെ മഹത്വമായി തീരാൻ എന്നെ സമർപ്പിക്കുന്നു. ആരാധിച്ചു തുടങ്ങിയാട്ട് സമയം വളരെയധികം മുമ്പിലില്ല. തുടർന്നുള്ള നിമിഷങ്ങൾ വിടുതലിൻ്റെ സമയമാണ്, വിടുതലിൻ്റെ സമയമാണ്. ദൈവാത്മാ വ്യാപാരം വെളിപ്പെടുകയാണ്. ചിലരുടെ മേൽ ദൈവ സാന്നിധ്യം മഹത്വമായി വെളിപ്പെടും.
അത്ഭുതങ്ങളുടെ ദൈവത്തിന് മഹത്വം, അത്ഭുതങ്ങളുടെ ദൈവത്തിന് മഹത്വം, അത്ഭുതങ്ങളുടെ ദൈവത്തിന്. ഇതിനകത്തിരിക്കുന്ന ചിലരെ മഹത്വത്തിൻ്റെ വേറിട്ട ഒരു അസാധാരണമായ വ്യക്തിത്വമാക്കി മാറ്റാൻ ഇതിനകത്ത് ചിലർ ദൈവം ആഗ്രഹിക്കുന്നു. ഇതിനകത്ത് ചില സഹോദരിമാരെ ആമേൻ മഹത്വത്തിൻ്റെ അനുഭവത്തിലൂടെ പ്രാർത്ഥനയാകുന്ന മഹത്വത്തിൽ ദൈവം നിങ്ങളെ ആമേൻ നിർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്നലെ ഒരു അവകാശം പറഞ്ഞ ചില പൈശാചിക മണ്ഡലങ്ങൾ കെട്ടടങ്ങുന്നത് ഇന്ന് രാത്രി നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കാൻ പോകുകയാണ്. ചില ശരീരങ്ങളിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലം ഇന്ന് രാത്രി പൊളിക്കുക. നിന്റെ ബിസിനസ്സിന് വിരോധമായി, നിന്റെ നന്മയ്ക്ക് വിരോധമായി ശത്രു കെട്ടിയ കെട്ടുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുകയാണ്. ദൈവമേ, നിന്റെ മഹത്വമായി തീരാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. ഞാൻ ദൂത് കൈമാറുകയാണ്. അവന്റെ മഹത്വമായി തീരാൻ ഇന്ന് രാത്രി നീ തീരുമാനമെടുത്താൽ, അങ്ങനെ മഹത്വമായി തീരാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം ഒരു പ്രൊട്ടക്ഷനായി മാറാൻ പോകുകയാണ്. ദൈവം ഒരു തീമതിനായി വെളിപ്പെടാൻ പോകുകയാണ്. അതെ, ഇന്ന് രാത്രിയിൽ ഞാൻ പലപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഞാനൊരു മഹത്വമാണെന്നുള്ള ആ ഒരു മർമ്മം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തി. യേശു കൈമാറിയ മഹത്വത്തിലേക്ക് എനിക്ക് എത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ആ മഹത്വം എനിക്ക് പ്രാപിക്കണം. ആ മഹത്വമായി ഭൂമിയിൽ ഞാൻ ജീവിക്കുന്ന കാലത്തോളം ഒരു മഹത്വമായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർ തീരുമാനമുണ്ട്, എത്ര പേർ ആഗ്രഹം, അവർ മാത്രം കരങ്ങളൊന്ന് ഉയർത്തിയാട്ട് യഹോവയുടെ മഹത്വമായി തീരാൻ. യെസ്, ആ ഉയർത്തിയ കരങ്ങളെല്ലാം, കരം ഉയർത്തിയവരെല്ലാം ഒരു നിമിഷം ആ സ്ഥാനങ്ങൾ എണീറ്റി നാട്. ഒരു നിമിഷം വേഗത്തിൽ ആ കരം ഉയർത്തിയവരെല്ലാം ഒരു നിമിഷം എണീറ്റി നാട്. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, നിന്റെ കുടുംബത്തിനൊക്കെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ വെളിച്ചം വീശുകയാണ്. നീ ഇന്ന് ഭവനത്തിൽ മടങ്ങി ചെല്ലുമ്പോൾ തീരുമാനമെടുത്തവർ മാത്രം എണീറ്റാൽ മതി. ആമേൻ. ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി ചലിക്കുകയാണ്. ദൈവം നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറയ്ക്കും സാക്ഷാൽ ഒരു ആമേൻ അഗ്നിയുടെ പ്രൊട്ടക്ഷനായി ദൈവം നിർത്താൻ പോകുകയാണ്. അതിൻ്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോകുകയാണ്. അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയാണ്, അവർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങിയാണ്. ഇന്ന് രാത്രിയിൽ ആ മഹത്വത്തിന് ശക്തി വെളിപ്പെടുകയാണ്. അവനെ വായികളെ തുറന്ന്, യേശുവേ, അങ്ങ് കൈമാറിയ മഹത്വം അതിൻ്റെ ഭാഗമായി തീരാൻ ഇന്ന് രാത്രി എന്നെ തന്നെ സമർപ്പിക്കുന്നു. നാഥാ, എനിക്ക് ആ മഹത്വമായി തീരണം. ഞാൻ ജീവിക്കുന്ന നാളുകൾ ഞാനൊരു മഹത്വമായി നിൽക്കുവാൻ, ദൈവത്തിൻ്റെ മഹത്വമായി നിൽക്കേണ്ടതിന് എന്നെ നടത്തുന്നവർ നോക്കുമ്പോൾ ഞാനൊരു മഹത്വമായി നിൽക്കേണ്ടതിന് എന്നെ തന്നെ ഇന്ന് രാത്രി സമർപ്പിക്കുന്നപ്പോൾ ആ സമർപ്പിക്കുന്ന അതരങ്ങളെ തുറന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. അതരങ്ങളെ തുറന്ന് കരങ്ങളെ ചേർത്തടിച്ച് ആത്മാവിൽ ഏറ്റെടുക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയിൽ ദൈവമഹത്വം വെളിപ്പെടാതെ അടക്കി ഭരിക്കാൻ ദുഷ്ട വ്യാപാര മണ്ഡലങ്ങളെ, ഇരുളിന്റെ ശക്തികളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വഴിമാറാൻ കൽപ്പിക്കുക. ഇന്ന് രാത്രി ദൈവശക്തി വിടുതലോടെ വെളിപ്പെടുകയാ, ആത്മാവിൽ ജയമെടുക്കുകയാ. യെസ്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇന്ന് രാത്രി അത്ര സമയമില്ല. എന്നാൽ ആത്മാവ് ഇങ്ങനൊരു ആലോചന നൽകുകയാണ്. ഇന്ന് തീരുമാനമെടുത്ത തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം മഹത്വം ഇന്ന് രാത്രി മുതൽ നിന്നൊരു മഹത്വമായി മാറ്റാൻ പോകുകയാണ്. ഇന്ന് രാത്രി മുതൽ നിന്നൊരു മഹത്വമായി നിർത്താൻ പോകുകയാണ്. ഇന്നലെ അവരെ നിർത്താതിരുന്ന ആ കെട്ടുന്ന രാത്രി പൊട്ടുകയാണ്. ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അതങ്ങനെ പറയുമ്പോൾ ദൈവമക്കൾ ഒന്നാമത് ആമയം പറയണം, രണ്ടാമത് ആമയം പറയണം, മൂന്നാമത് തീരുമാനമെടുത്തവർ ആമേൻ നിങ്ങൾ പരിസരം മറന്ന് കരം പിടിച്ച് ദൈവത്തെ സ്തുതിക്കണം. ഒരുങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ മഹത്വമായി നിൽക്കാൻ തീരുമാനമെടുത്ത തൻ്റെ മക്കൾക്ക് വിരോധമായി വ്യാപരിക്കുന്ന ദുഷ്ട വ്യാപാരങ്ങളെ ശാസിക്കുന്നു. ദൈവത്തിന് മഹത്വമായി നിൽക്കുവാൻ കഴിയാത്ത നിലയിൽ ബന്ധിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ, ദേശത്തിന്റെ പോരുകളെ ശാസിക്കുന്നു. ദൈവജനത്തിന് വിരോധമായി മഹത്വം വെളിപ്പെടാതിരിക്കുവാൻ ശത്രു കെട്ടുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ശാസിക്കുന്നു. ആത്മാവിൽ ജയമെടുത്ത് ആ വിടുതൽ വ്യാപരിക്കട്ടെ. ദൈവശാന്തി ഇറങ്ങുക, ദൈവശക്തി ഇറങ്ങുക. റിസീവ് ഇറ്റ്.
കുടുംബങ്ങൾ ദൈവശക്തി മഹത്വം ഇറങ്ങുക. ആ തീ മതിലായി ദൈവം ഇറങ്ങുക. പൈശാചിക മണ്ഡലങ്ങൾ ഇളകി മാറട്ടെ. ശക്തി അടിഞ്ഞു മാറട്ടെ. യെസ്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് രാത്രിയിൽ ആ കുടുംബങ്ങളിൽ വെളിപ്പെട്ട് വരട്ടെ. Thank you, Jesus. ശക്തിയും ബലവും യേശുവിനെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ, എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കോ ശ്രേഷ്ഠന്മാർ തന്നെ. അവേ, ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കോ ശ്രേഷ്ഠന്മാർ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ഹല്ലേലൂയ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ചേർന്ന് പാടി. യേശുവിനെ എൻ കാലുകളെ പാദമിൽ നിർത്തി എന്റെ മരത്തെ സുസ്ഥിരമാക്കി. എൻ കാലുകളെ പാദമിൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. ഓ, പുതിയൊരു പാട്ട് എനിക്കു തന്നു ദൈവത്തിനു നന്ദി യേശുവേ. പുതിയൊരു യേശുവേ. ഹല്ലേലൂയ. രാത്രിയിൽ ഞങ്ങളെ മഹത്വപൂർണ്ണമാക്കി തീർക്കണം. ഞങ്ങൾ ദേശത്തിനൊരു മഹത്വമായി തീരട്ടെ. ഭവനത്തിനൊരു മഹത്വമായി തീരട്ടെ. ഈ ജനമാലയത്തിനൊരു മഹത്വമായി തീരട്ടെ. ആ ദൈവിക സംരക്ഷണം ഞങ്ങൾക്ക് നൽകുന്നതിനായി ഓ നീ ഒരു തീമതിലായി. ഓ, ശക്തിയും ബലവും യേശുവിനെ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Thank you, Jesus. Oh, ബലവും യേശുവിനെ. ഓ, മഹത്വവും ജ്ഞാനവും സ്തോത്രവും ശക്തിയും ബലവും യേശുവിനെ. ഓ, മഹത്വവും ജ്ഞാനവും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നീ ഞങ്ങളൊരു മഹത്വമാക്കി തീർക്കുന്നതിനായി ഈ ജനത്തെ നീ മഹത്വപൂർണ്ണമാക്കി തീർക്കണമേ. രാജ്യത്തിന് ഞങ്ങൾ മഹത്വമായി തീരട്ടെ. ദേശത്തിന് മഹത്വമായി തീരട്ടെ. കുടുംബങ്ങൾക്ക് മഹത്വമായി തീരട്ടെ. ആലയത്തിന് മഹത്വമായി തീരട്ടെ. ലോകരാജ്യങ്ങൾക്ക് മഹത്വമായി തീരാൻ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുന്നതിനായി ജനത്തെ തൊടുന്നതിനായി ആ ദൂത് ഏറ്റെടുത്തുകൊണ്ട് ആരാധിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. Vaidam sororo hoshia, udabaragada natunia, vaida baragada natuni, oh rigamana vaida dala dala diri, udagamana vaida baragada natunia, hallelujah.